ചട്ടമ്പി സ്വാമികൾ. ജനനം 1853 ഓഗസ്റ്റ് 25. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 സംസ്ഥാന സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. യഥാർത്ഥ നാമം അയ്യപ്പൻ, ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളൂർക്കോട് വീടെന്നാണ്. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല. സമാധിസ്ഥലം പന്മന ആശ്രമം. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ: കാവ്യവും കമണ്ഡലവുമില്ലാത്ത സന്യാസി, സർവവിദ്യാധിരാജ, കാഷായം ധരിക്കാത്ത സന്യാസി, സദ്ഗുരു, ബാലഭട്ടാരകൻ, ശ്രീഭട്ടാരകൻ. ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടര യോഗമാണ്. ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യ. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നീ വിശേഷണങ്ങൾ നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. തലപ്പന്ത് കളി, ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു. ഫ്യൂഡലിസത്തിന് എതിരെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ മൃഗബലി നിർത്തലാക്കാൻ ശ്രമിച്ചു. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഹഠയോഗ ചട്ടമ്പി സ്വാമികളെ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികളായിരുന്നു. സംസ്കൃതം, വേദോപനിഷത്ത്, യോഗവിദ്യ എന്നിവ പഠിപ്പിച്ചത് സുബ്ബജട പാഠികളായിരുന്നു. തമിഴ് വേദാന്ത സൂത്രം, വ്യാകരണം എന്നിവ ചട്ടമ്പി സ്വാമികളെ പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ. ഇനി പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. 1882 ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടി. അത് തിരുവനന്തപുരത്തെ അണിയൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടായിരുന്നു. പിന്നീട് 1892 ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ 1882 ശ്രീനാരായണ ഗുരുവുമായിട്ട് കണ്ടുമുട്ടി. 1892 10 വർഷങ്ങൾക്ക് ശേഷം സ്വാമി വിവേകാനന്ദനുമായിട്ടും കണ്ടുമുട്ടി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുമുട്ടി. വിവേകാനന്ദൻ ഇത് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഒരു ഗരുഡനെങ്കിൽ ഞാനൊരു കൊതുകാണ്. ചട്ടമ്പി സ്വാമികൾ ഇത് പറഞ്ഞത് വിവേകാനന്ദനെ കുറിച്ചിട്ട് ആയിരുന്നു. ചിന്മുദ്ര എന്നത് വിവേകാനന്ദനെ പഠിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളായിരുന്നു. ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ബാലഭട്ടാരക ക്ഷേത്രം, പന്മന ആശ്രമം ഇവ പണി കഴിപ്പിച്ചത് കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ: വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, സർവമത സാമരസ്യം, പ്രാചീന മലയാളം, നിജാനന്ദ വിലാസം, വേദാന്ത സാരം.